നമസ്കാരം. പ്രൈം ടൈം ന്യൂസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട സ്ഥലത്തേക്ക് എത്തിച്ചേരാനാകാതെ രക്ഷാസംഘം. മൂടൽമഞ്ഞും ദുർഘടമായ ഭൂപ്രകൃതിയുമാണ് വെല്ലുവിളി ഉയർത്തുന്നത്. ഹെലികോപ്റ്റർ കിഴക്കൻ അസർബൈജാൻ പ്രവിശ്യയിലെ വർസാഖാന് സമീപം ഇടിച്ചിറക്കുകയായിരുന്നു. എസ് രാംകുമാർ ഉണ്ട് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. രാംകുമാറിലേക്ക് പോകുന്നു. രാംകുമാർ, എന്താണ് സംഭവിച്ചത്? ഈ അപകടത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. ഒപ്പം ഈ രക്ഷാപ്രവർത്തകർക്ക് അവിടേക്ക് പോകാനുള്ള വെല്ലുവിളികൾ എന്തൊക്കെ? ഗോകുൽ, ഈ ഇബ്രാഹിം റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്റർ ഇടിച്ചിറക്കി എന്ന ഒരു സൂചന മാത്രമാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ഒരു സ്ഥലം എവിടെയാണ് കൃത്യമായി ഇടിച്ചിറക്കിയതെന്നോ അത് സ്ഥിരീകരിക്കാൻ പോലും ഇപ്പോൾ രക്ഷാ സംഘത്തിന് സാധിച്ചിട്ടില്ല. വർസാഖാനും ജോൾഫ നഗരത്തിനും ഇടയിലുള്ള ഒരു വനമേഖലയിലാണ് ഈ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് എന്നാണ് സൂചന. അവിടുത്തെ പ്രദേശവാസികളിൽ ചിലർ ഇതിൻ്റെ ഒരു വലിയ ശബ്ദം കേട്ടതായിട്ടെല്ലാം ചില മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കൃത്യമായി ഈ സ്ഥലം കണ്ടെത്താൻ ഇപ്പോഴും രക്ഷാസംഘത്തിന് കഴിഞ്ഞിട്ടില്ല. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഒന്നിത് വനമേഖലയാണ്, മറ്റൊന്ന് ഇവിടെ കടുത്ത മൂടൽമഞ്ഞുണ്ട്. അതുമാത്രമല്ല ഈ ഒരു മലനിരകൾ ഉള്ള ഒരു ദുർഘടമായ ഒരു ഭൂപ്രകൃതിയാണ്. അതുകൊണ്ട് തന്നെ രക്ഷാസംഘത്തിന് ഈ സ്ഥലം കണ്ടെത്താനോ അവിടേക്ക് എത്തിച്ചേരാനോ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ഇബ്രാഹിം റൈസി ഉൾപ്പെടെയുള്ളവരുടെ ആരോഗ്യനിലയെക്കുറിച്ചും യാതൊരു സൂചനയും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ ആശങ്ക. ഇറാനിലെ പള്ളികളിലും മറ്റും ഈ പ്രസിഡന്റിന്റെ സുരക്ഷയ്ക്കും അദ്ദേഹം ഈ അപകടത്തെ അതിജീവിക്കുന്നതിനും വേണ്ടിയെല്ലാം പ്രാർത്ഥനകളും മറ്റും ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 40ഓളം സംഘങ്ങൾ ആയിട്ടാണ് ഈ പ്രദേശത്തെ തെരച്ചിൽ നടത്തുന്നത്. അവരുടെ സേനാ വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. നേരത്തെ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ഒരു തെരച്ചിൽ നടത്താൻ ശ്രമം നടത്തിയെങ്കിലും ഈ മൂടൽമഞ്ഞ് വെല്ലുവിളിയായി. അതേ തുടർന്ന് ഈ വ്യോമ രക്ഷാദൗത്യം അവസാനിപ്പിക്കേണ്ടി വന്നു. ഇപ്പോൾ ഈ ഗ്രൗണ്ടിലുള്ള രക്ഷാപ്രവർത്തനം മാത്രമാണ് നടക്കുന്നത്. അതേസമയം ഈ ജോൾഫയ്ക്കും വർസിഖാനും ഇടയ്ക്കുള്ള വനമേഖലയിൽ ഇത് തകർന്നു വീണു. ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരാൻ ഇപ്പോഴും ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. നേരത്തെ അസർബൈജാൻ സന്ദർശനത്തിന് ശേഷം മടങ്ങുന്നതിനിടെയാണ് ഇബ്രാഹിം റൈസിയും അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രി അസർബൈജാൻ പ്രവിശ്യയുടെ ഗവർണർ ഉൾപ്പെടെയുള്ളവർ സഞ്ചരിച്ച ഹെലികോപ്റ്റർ ഇത്തരത്തിൽ ഒരു അപകടത്തിൽപ്പെട്ടത്. ഇത് കടുത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് ഇടിച്ചിറക്കുകയായിരുന്നു എന്നാണ് സൂചന. ഗൂഗിൾ രാംകുമാർ, ഒരു കാര്യം കൂടി, പ്രത്യേകിച്ച് പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിലെയൊക്കെ ഇറാന്റെ അതിനകത്തിലെ പങ്ക്, അല്ലെങ്കിൽ ഹമാസിനെ ഇറാൻ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള വലിയ ആരോപണങ്ങൾ ഉണ്ട്. അമേരിക്കയും ഒപ്പം ഈ ഇസ്രയേലും ഒക്കെ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ ഒരു അപകടത്തിന്റെ ഘട്ടത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ മറ്റ് ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്തുനിന്നോ മറ്റോ എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഈ ഘട്ടത്തിൽ വരുന്നുണ്ടോ? ഗോകുൽ, നിലവിൽ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ചർച്ചകളിലേക്ക് ഇറാൻ പോലും കടന്നിട്ടില്ല. അവരിപ്പോൾ അവരുടെ പ്രാഥമിക ഒരു ദൗത്യം എന്ന് പറയുന്നത് ഇബ്രാഹിം റൈസിയെ ഈ അപകട സ്ഥലത്ത് എത്തിച്ചേർന്ന് ഈ രക്ഷാദൗത്യം പൂർത്തിയാക്കുക എന്നതാണ്. നിലവിൽ ഇതിനെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ വിലയിരുത്തുന്നത് കുറച്ച് കടന്ന കൈയായി പോയേക്കാം. എന്നാൽ പോലും ഇറാൻ ഇപ്പോൾ അതിൻ്റെ ഒരു വളരെ നിർണായകമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം നടക്കുന്നതിനിടെ ഇസ്രായേലിനെതിരെ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരു പശ്ചിമേഷ്യൻ രാജ്യമാണ് ഇറാൻ. മാത്രമല്ല ഇറാൻ കാലങ്ങളായി പിന്തുണയ്ക്കുന്ന ഒരു സായുധ സംഘടനയാണ് ഹമാസ്. അതിൻ്റെ പേരിൽ ഇറാനും ഇസ്രായേലും തമ്മിൽ കൊമ്പുകോർക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇറാനും അമേരിക്കയും തമ്മിൽ കൊമ്പുകോർക്കുന്ന ഒരവസ്ഥയുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ അപകടമുണ്ടായത്. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ചർച്ചകൾ, ഒരു അട്ടിമറി സാധ്യതയെക്കുറിച്ചുള്ള ചർച്ചകളെല്ലാം ഉയരുന്നത് വളരെ സ്വാഭാവികമാണ്. എന്നാൽ അത്തരം കാര്യങ്ങളിലേക്കൊന്നും തന്നെ ഇപ്പോൾ ഇറാനോ മറ്റ് രാജ്യങ്ങളോ കടന്നിട്ടില്ല. അവരുടെ രാഷ്ട്രീയ നേതൃത്വം ഒന്നും തന്നെ ആ രീതിയിലുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. ഇത് മാത്രമല്ല, ഇബ്രാഹിം റൈസിയുടെ ഒരു ഭരണകാലം എടുക്കുകയാണെങ്കിൽ 2021 അദ്ദേഹം പ്രസിഡന്റ് ആയത്. അതിനുശേഷം നമ്മൾ കണ്ടതാണ് അവിടെ ഈ ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭമൊക്കെ അതിശക്തമായിരുന്നു. ഇബ്രാഹിം റൈസിക്ക് അത് അത്ര വലിയൊരു സമരത്തെ നേരിടേണ്ടി വന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ വെല്ലുവിളികളിലൂടെ കടന്നു വന്ന ഒരു നേതാവാണ് ഇബ്രാഹിം റൈസി. അതുമാത്രമല്ല അദ്ദേഹം അവിടുത്തെ അയത്തുള്ള ഖൊമേനിയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു നേതാവാണ്. ഭാവി ഈ നിലവിലെ അലി ഖൊമൈനിയുടെ ഒരു പിൻഗാമിയായി വരാൻ പോലും പലരും സാധ്യത കൽപ്പിക്കുന്ന ഒരു നേതാവാണ് ഇബ്രാഹിം റൈസി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഇപ്പോൾ ഈ ഒരു അപകടം വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് അവർ കാണുന്നതും അതിനുവേണ്ടിയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നതും.
ഗോകുൽ. ഇറാൻ പ്രസിഡന്റ് സഞ്ചരിച്ച ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടത്. മോശം കാലാവസ്ഥയും വനപ്രദേശത്താണ് ഈ അപകടം സംഭവിച്ച ഈ ഹെലികോപ്റ്റർ ഇടിച്ചിറക്കിയത് എന്നതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകർക്ക് അവിടേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അടക്കം, അദ്ദേഹത്തോടൊപ്പമുള്ളവരുടെ ആരോഗ്യനില അടക്കം ഉള്ള കാര്യങ്ങളിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. പലതരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ടെങ്കിലും അതിൽ വ്യക്തമായ ഒരു റിപ്പോർട്ടിലേക്ക് എത്തിയിട്ടില്ല. ഏതായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. എസ് രാംകുമാറാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. കോഴിക്കോട് നഗരത്തിൽ അതിശക്തമായ മഴ. രാത്രി 7 മണിക്ക് തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷം. മിഥില ബാലനുണ്ട് വിശദാംശങ്ങളുമായി. മിഥില, രാവിലെ മുതൽ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ മഴയാണ്. കോഴിക്കോടും ശക്തമായ മഴ പെയ്യുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എവിടെയൊക്കെയാണ് ഈ വെള്ളക്കെട്ട് പ്രശ്നമാകുന്നത്? ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വൈകുന്നേരം 7:30-8 മണിയോടെ ആരംഭിച്ച മഴ ഇപ്പോഴും നിർത്താതെ കോഴിക്കോട് നഗരത്തിൽ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ഈ ഒരു വെള്ളക്കെട്ടുള്ളത് കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയഭാഗത്തിൽ മാവൂർ റോഡിൽ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്താണ് ഈ ഒരു വെള്ളക്കെട്ടുള്ളത്. കോഴിക്കോട് നഗരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചെറിയൊരു മഴ പെയ്താൽ പോലും വലിയ രീതിയിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട് നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ. അത് എല്ലാ കാലങ്ങളിലും പലതരത്തിലുള്ള ഈ ഓടകളെല്ലാം നവീകരിച്ചാലും എപ്പോഴും ജനങ്ങൾ ഉന്നയിക്കുന്ന ഒരു പരാതിയാണ്. കാലവർഷത്തിന് മുമ്പ് ഇപ്പോഴും ഓടകൾ വൃത്തിയാക്കും, ഇത്തരത്തിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടി ഉണ്ടാകുമെന്ന് കോഴിക്കോട് കോർപ്പറേഷൻ പറയും. പക്ഷേ അതൊന്നും തന്നെ പ്രാവർത്തികമാകാറില്ല. അതൊന്നും പ്രാവർത്തികമായിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വെള്ളക്കെട്ട്. ഈ വെള്ളക്കെട്ടുള്ളത് കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്താണ് കാണുന്നത്. ഇത്തരത്തിൽ വെള്ളക്കെട്ട് പുതിയ ബസ് സ്റ്റാൻഡ് സമീപത്തുണ്ട്, KSRTC സ്റ്റാൻഡിന് മുന്നിലുണ്ട്, മാവൂർ റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അതായത് കോഴിക്കോട് നഗരത്തിൽ മിക്കയിടങ്ങളിലും ഇത്തരത്തിൽ സമാനമായ രീതിയിലുള്ള വെള്ളക്കെട്ടുണ്ട്. വാഹനങ്ങളെല്ലാം തന്നെ ദൃശ്യങ്ങളിൽ കാണാം, വളരെ ബുദ്ധിമുട്ടാണ് വാഹനങ്ങളെല്ലാം തന്നെ ഈ വെള്ളക്കെട്ടിലൂടെ കടന്നു പോകുന്നത്. ചിലയിടങ്ങളിൽ വലിയ രീതിയിൽ ഗതാഗത കുരുക്കും ഉണ്ടാകുന്നുണ്ട്. 7:30-ക്ക് തുടങ്ങിയ മഴ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നഗരത്തിൽ കഴിഞ്ഞ 3 ദിവസമായി ഇതുതന്നെയാണ് കോഴിക്കോട് നഗരത്തിലെ ഒരു അവസ്ഥ. വലിയ രീതിയിൽ മഴ പെയ്യുന്നു. 7:30-8 മണിക്ക് ശേഷം പെയ്യുന്ന മഴ പിന്നീട് പുലർച്ചയോളം വരെ തുടരുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ 2 ദിവസമായി 3 ദിവസമായി കോഴിക്കോട് നഗരത്തിൽ നിന്നും കാണാൻ കഴിയുന്നത്. മലയോര മേഖലകളിൽ മഴയുണ്ട്. പക്ഷേ നിലവിലിപ്പോൾ മലയോര മേഖലകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കോഴിക്കോട് നഗരത്തിലാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് പോലെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടും ശക്തമായ മഴയും തുറന്നുകൊണ്ടേയിരിക്കുന്നത്. ഗോകുൽ, കോഴിക്കോട് വൈകുന്നേരം ആരംഭിച്ച മഴ ഇപ്പോഴും, രാത്രി 7 മണിയോട് ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുന്നു എന്നതാണ് മിഥില നൽകുന്ന വിവരം. പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തടക്കം വലിയ വെള്ളക്കെട്ട് റോഡുകളിൽ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ അടുത്ത 3 ദിവസം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളം, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പുമുണ്ട്. കേരള തീരത്ത് നിന്നും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതിന് കർശന വിലക്ക് ഏർപ്പെടുത്തി. കനത്ത മഴയിൽ സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മാലിദ്വീപ്, കൊമോറിയൻ മേഖല, തെക്കൻ ബംഗാൾ ഉൾക്കടൽ, നിക്കോബാർ ദ്വീപുകൾ, തെക്കൻ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിലെ ചില മേഖലയിൽ കാലവർഷമെത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസവും അതിശക്തമായ മഴ തുടരുമെന്നാണ് പ്രവചനം. 5 ദിവസവും 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. അടുത്ത 3 ദിവസം മധ്യതെക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്കാണ് സാധ്യത. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ ഇന്നു മുതൽ 3 ദിവസം റെഡ് അലേർട്ടും എറണാകുളം, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചു. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ബുധനാഴ്ചയോടെ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ കേരള തീരത്ത് നിന്ന് കടലിൽ പോകുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി. കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്ത് ഇന്നലെ രാത്രി മുതൽ പെയ്ത കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം. തിരുവനന്തപുരത്തെ നഗര ഗ്രാമപ്രദേശങ്ങളിൽ വെള്ളം കയറി ജനജീവിതം ദുസ്സഹമായി. കാസർഗോഡ് കരിന്തളത്ത് പുലർച്ചെയുണ്ടായ കാറ്റിലും മഴയിലും കുണ്ടൂർ സ്വദേശി NK ശാരദയുടെ വീട് പൂർണ്ണമായി തകർന്നു. പത്തനംതിട്ട ഗവിപാതയിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. കുമിളിയിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് വന്ന KSRTC ബസ് റോഡിൽ കുടുങ്ങി. പുറമറ്റം മാർത്തോമ പള്ളിയുടെ സെമിത്തേരി മതിൽ മഴയിൽ തകർന്നു വീണു. പ്രദേശത്ത് ഭാഗികമായി ഗതാഗത തടസ്സമുണ്ടായി. അട്ടപ്പാടി കള്ളമലയിൽ കാറ്റിലും മഴയിലും വൻമരം കടപുഴകി വീണ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. രാജ്യാന്തര അവയവക്കടത്ത് സംഘത്തിലെ പ്രധാന കണ്ണി കൊച്ചിയിൽ പോലീസിന്റെ പിടിയിലായി. തൃശൂർ സ്വദേശി സബിത് നാസറിനെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. ആളുകളെ ഇറാനിലെത്തിച്ചാണ് ഇയാൾ ഉൾപ്പെട്ട അവയവ വ്യാപാര സംഘം തട്ടിപ്പ് നടത്തിയിരുന്നത്.
നെടുമ്പാശ്ശേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ഇന്നുച്ചയോടെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പ്രതി പിടിയിലാകുന്നത്. പ്രതിയെ സംശയം തോന്നിയ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ തടഞ്ഞുവെച്ച് പോലീസിന് കൈമാറുകയായിരുന്നു. അവയവക്കടത്തിന് ആളുകളെ കൊണ്ടുപോയി തിരികെ വരും വഴിയാണ് അറസ്റ്റ്. നിർധനരായ ആളുകൾക്ക് വലിയ തുക നൽകാമെന്ന് വാഗ്ദാനം നൽകി ഇറാനിൽ എത്തിച്ചാണ് പ്രതി അവയവ കച്ചവടം നടത്തിയിരുന്നത്. ഇറാനിൽ വെച്ച് അവയവം കവർന്ന ശേഷം അന്താരാഷ്ട്ര മാർക്കറ്റിൽ വലിയ തുകയ്ക്ക് മറിച്ചു വിൽക്കുകയാണ് രീതി. നിരവധി പേരെ ഇത്തരത്തിൽ പ്രതി ഇറാനിലെത്തിച്ച് അവയവം കവർന്നെന്നാണ് വിവരം. രാജ്യാന്തര റാക്കറ്റിലെ പ്രധാന ഏജന്റാണ് പിടിയിലായ സാബിത്ത് എന്ന് പോലീസ് പറയുന്നു. പ്രതിക്കെതിരെ IPC 370, അവയവക്കടത്ത് തടയൽ നിയമം 19 പ്രകാരമുള്ള വകുപ്പുകൾ എന്നിവ ചുമത്തിയിട്ടുണ്ട്. അത് ജസ്റ്റ് വളരെ പ്രിലിമിനറി സ്റ്റേജ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. അതുകൊണ്ടാണ് ആ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പോൾ പറയാൻ പറ്റിയിട്ടില്ല. അതേസമയം പ്രതിക്കെതിരെ നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. പാലക്കാട്, തൃശൂർ ഭാഗങ്ങളിലുള്ള നിരവധി പേരാണ് ഇരകളായത്. അവയവ വ്യാപാരത്തിന്റെ തെളിവുകൾ പ്രതിയുടെ മൊബൈൽ ഫോണിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 24 കൊച്ചി. തിരുവനന്തപുരം മംഗലപുരത്ത് മറിഞ്ഞ ടാങ്കർ ലോറിയിൽ നിന്ന് പാചകവാതകം പൂർണ്ണമായി മാറ്റി. 8 മണിക്കൂറിലേറെ സമയമെടുത്ത് 3 ടാങ്കറുകളിലേക്കായാണ് വാതകം മാറ്റിയത്. AV ജയശങ്കറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. ജയശങ്കർ, അങ്ങനെ ആ ശ്രമകരമായ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കുന്നു. ആ പ്രദേശത്തെ വൈദ്യുതി ബന്ധമൊക്കെ പുനഃസ്ഥാപിക്കാനായിട്ടുണ്ടോ? അതിനുള്ള സമയമായോ? നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഈ ടാങ്കറിൽ നിന്ന് വാതകം മറ്റു ടാങ്കറുകളിലേക്ക് മാറ്റി. മംഗലപുരത്താണ് ടാങ്കർ ലോറി മറിഞ്ഞതിനെ തുടർന്ന് ഒരു ആശങ്ക ഉയർന്നിരുന്നത്. അവിടെ ആ ടാങ്കർ ലോറിയിലെ പാചകവാതകം മറ്റ് 3 ടാങ്കർ ലോറികളിലേക്കാണ് മാറ്റിയത്. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ മണിക്കൂറുകൾ എടുത്താണ്, ഏതാണ്ട് 8 മണിക്കൂർ സമയം എടുത്താണ് ഈ പ്രക്രിയ പൂർത്തിയാക്കിയത്. ആ പ്രദേശത്ത് വീടുകളിൽ നിന്നൊക്കെ ആളുകളെ മാറ്റുകയും ഒപ്പം അവിടുത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും ഇടയ്ക്ക് റോഡിലൂടെയുള്ള ഗതാഗതം വരെ നിർത്തിവെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു വാതകം മാറ്റുന്ന ജോലി ചെയ്തിരുന്നത്. ഏതായാലും ഇപ്പോൾ നിശ്ചയിച്ച സമയത്തിന് ഏതാണ്ട് അടുത്ത് തന്നെ, ഏതാണ്ട് 10 മണിയോടുകൂടി പ്രവർത്തനങ്ങൾ പൂർത്തിയാകുമെന്നായിരുന്നു കണക്കൂട്ടിയിരുന്നത്. ഏതാണ്ട് ആ സമയത്ത് തന്നെ ഈ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനും ടാങ്കർ ലോറിയിലെ വാതകം മാറ്റുവാനും കഴിഞ്ഞിട്ടുണ്ട്. കായംകുളത്ത് ഗുണ്ടാസംഘം യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ ശ്രമിച്ചു. ക്രൂരമർദ്ദനമേറ്റ കൃഷ്ണപുരം സ്വദേശി അരുൺ പ്രസാദിന് കേൾവിശക്തി നഷ്ടമായി. കഴിഞ്ഞ ദിവസം പോലീസും ഗുണ്ടാസംഘവും തമ്മിലുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയായാണ് തട്ടിക്കൊണ്ടുപോകലും വധശ്രമവും. ഗുണ്ടാ നേതാവിന്റെ നഷ്ടപ്പെട്ട ഫോൺ പോലീസിനെ ഏൽപ്പിച്ചതിനാണ് അരുൺ പ്രസാദിനെ മർദ്ദിച്ചത്. ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. നീ രംഗണ്ണെന്ന് കേട്ടിട്ടേ ഉള്ളൂ. നിനക്ക് രംഗണ്ണ സ്റ്റൈൽ നിൽക്കുന്നു അറിയോ? അവൻ നിന്റെ സംസാരിക്കാൻ സ്റ്റൈൽ നിൽക്കുന്നു അറിയോടാ നിനക്ക്. കായംകുളം കൃഷ്ണപുരം സ്വദേശിയായ അരുൺ പ്രസാദിനെ ഗുണ്ടാ സംഘം പിടിച്ചുകൊണ്ടുപോയത് ആക്കനാട് റെയിൽവേ ട്രാക്കിന് സമീപത്തേക്ക്. പിന്നീട് വാൾമുനയിൽ നിർത്തി ക്രൂരമർദ്ദനം. ദേഹത്ത് മുറിവേൽപ്പിച്ചു. കമ്പിവടി കൊണ്ട് കാൽമുട്ട് അടിച്ചു പൊട്ടിച്ചു. കരിങ്കല്ല് കൊണ്ടുള്ള ഇടിയിൽ ചെവിയുടെ ഡയഫ്രം പൊട്ടി. അരുൺ പ്രസാദിന് കേൾവിശക്തി ഭാഗികമായി നഷ്ടപ്പെട്ടു. ഐഫോണും വാച്ചും കവർന്നു. ഈ കേസ് കൊടുത്ത എല്ലാം കയറി കിടന്ന് ഉറങ്ങും. കൊലക്കേസൊന്നല്ലേ, ജാമ്യം കിട്ടും. 15 ദിവസം വീട്ടിൽ റേഡിയാണ് ഹൈക്കോടതി വെച്ചിട്ടായിരുന്നു. കായംകുളം കൊറ്റംകുളങ്ങരയിൽ കഴിഞ്ഞ ദിവസം രാത്രി പോലീസും ഗുണ്ടാ സംഘവും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. കടത്തിണ്ണയിലിരുന്ന ഗുണ്ടാ നേതാവ് പുകവലിച്ചത് ചോദ്യം ചെയ്തതായിരുന്നു കാരണം. പോലീസുമായുള്ള സംഘർഷത്തിനിടെ ഗുണ്ടാ നേതാവ് അനൂപ് ശങ്കറിന്റെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു. ഇത് കിട്ടിയതാകട്ടെ അരുൺ പ്രസാദിനും. അരുൺ ഫോൺ കായംകുളം പോലീസിന് കൈമാറി. ഇതിന്റെ പേരിലാണ് ഗുണ്ടാ സംഘം അരുണിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചത്. സംഭവത്തിൽ 3 പേരെ പോലീസ് പിടികൂടി. അനൂപ് ശങ്കർ, കൂട്ടാളികളായ അഭിമന്യു സാഗർ, അമൽ ചിന്തു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. മറ്റൊരു പ്രതിക്കായി അന്വേഷണം തുടരുകയാണ്. അക്രമത്തിനിരയായ അരുൺ പ്രസാദും നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു. 24 ആലപ്പുഴ. എറണാകുളം കോലഞ്ചേരിയിൽ കുടുംബ വഴക്കിനെ തുടർന്ന് ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി. കോലഞ്ചേരി സ്വദേശി ലീലയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് ജോസഫ് പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. സ്വത്തുക്കൾ ഭാര്യയും മക്കളും തട്ടിയെടുക്കാൻ ശ്രമിച്ചെന്ന സംശയമാണ് ജോസഫിനെ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചത്. ഇവരുടെ 3 മക്കളും വർഷങ്ങളായി വിദേശത്താണ്. IPL അപ്ഡേറ്റിലേക്കാണ്. IPL പ്ലേ ഓഫ് ചിത്രം തെളിഞ്ഞു. മഴ മൂലം കൊൽക്കത്തയ്ക്കെതിരായ മത്സരം ഉപേക്ഷിച്ചതോടെ രാജസ്ഥാന് 3-ാം സ്ഥാനം മാത്രം. ക്വാളിഫയർ 1-ൽ കൊൽക്കത്ത ഹൈദരാബാദിനെ നേരിടും.
എലിമിനേറ്ററിൽ രാജസ്ഥാൻ എതിരാളികൾ ബംഗളൂരുവാണ്. അനിൽ വാസുദേവ് ചേരുന്നുണ്ട് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി. അല്ല, അങ്ങനെ കാത്തിരുന്നൊരു മത്സരം നഷ്ടമാകുന്നു, പക്ഷേ അതിനപ്പുറം ക്വാളിഫയറിന്റെ ചിത്രം വ്യക്തമാകുന്നു. വിശദാംശങ്ങൾ. അങ്ങനെ തന്നെയാണ് ഗോകുൽ. ഇന്നലെ തന്നെ ബംഗളൂരു കയറിയതോടുകൂടി പ്ലേ ഓഫിൽ ആരൊക്കെ എന്ന കാര്യത്തിൽ തീരുമാനമായിരുന്നു. പക്ഷേ ഈ ആരൊക്കെ തമ്മിൽ ഏറ്റുമുട്ടും എന്ന കാര്യത്തിലാണ് ഒരു സംശയമുണ്ടായിരുന്നത്. ഇന്ന് രണ്ടാം സ്ഥാനത്തിന് വേണ്ടി ഹൈദരാബാദും രാജസ്ഥാൻ റോയൽസും തമ്മിലായിരുന്നു ഒരു മത്സരം ഉണ്ടായിരുന്നത്. രണ്ട് വ്യത്യസ്ത മത്സരങ്ങളിലായിട്ട്. ആദ്യ മത്സരത്തിൽ ഹൈദരാബാദ് പഞ്ചാബിനെ തോൽപ്പിച്ചുകൊണ്ട് രണ്ടാം സ്ഥാനത്തേക്ക് എത്തി. രണ്ടാമത്തെ മത്സരത്തിൽ കൊൽക്കത്തയെ തോൽപ്പിക്കുകയാണെങ്കിൽ രാജസ്ഥാന് രണ്ടാം സ്ഥാനത്ത് എത്താനുള്ള ഒരു അവസരമുണ്ടായിരുന്നു. പക്ഷേ ആ മത്സരം ഒറ്റ പന്ത് പോലും എറിയാതെ മഴ മൂലം ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. ഇതോടുകൂടി രാജസ്ഥാൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. സീസണിന്റെ തുടക്കത്തിൽ അവർ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അവസാന 4 മത്സരങ്ങളിലും തോറ്റ് ഈ മത്സരം അങ്ങനെ മഴ മൂലം ഉപേക്ഷിക്കുകയും ചെയ്തതോടുകൂടി അവർക്ക് അവസാനം ഈ 5 മത്സരങ്ങളിലും ഒറ്റ പോയിന്റ് പോലും അല്ലെങ്കിൽ ഒരു പോയിന്റ് ഒഴിച്ച് നേടാൻ സാധിക്കാത്ത ഒരു അവസ്ഥ വന്നു. അങ്ങനെ രാജസ്ഥാൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ആദ്യ ക്വാളിഫയർ 21-നാണ് മറ്റന്നാൾ. അന്ന് കൊൽക്കത്ത ഹൈദരാബാദിനെ നേരിടും. ഈ ക്വാളിഫയർ 1-ലേക്ക് യോഗ്യത നേടുന്നതിലൂടെ ഫൈനൽസിലേക്ക് നേരിട്ട് യോഗ്യത നേടാനുള്ള അവസരമുണ്ട്. ഒരുപക്ഷെ ആ മത്സരത്തിൽ തോൽക്കുകയാണെങ്കിൽ വീണ്ടും ഫൈനൽസിലേക്ക് മുന്നേറാൻ ഒരവസരം കൂടിയുണ്ട് എന്നുള്ളതാണ് ക്വാളിഫയർ 1-ന് യോഗ്യത നേടിയാൽ കിട്ടുന്ന അഡ്വാൻറ്റേജ്. രണ്ടാം മത്സരം എലിമിനേറ്ററാണ്. അതിൽ ബംഗളൂരു ആണ് രാജസ്ഥാൻ റോയൽസിൻ്റെ എതിരാളികൾ. ആ മത്സരം ഒരു ഡു ഓർ ഡൈ മാച്ചാണ്. ആ മത്സരത്തിൽ തോൽക്കുന്നവർ പുറത്താവും, ജയിക്കുന്നവർ ക്വാളിഫയർ 2-ലേക്ക് മുന്നേറുകയും ചെയ്തു. ഈ മത്സരം 22-നാണ്. ഈ 2 മത്സരങ്ങൾ നടക്കുന്നത് അഹമ്മദാബാദ് സ്റ്റേഡിയത്തിലാണ്. ഈ മത്സരങ്ങൾ എന്തായാലും കാത്തിരിക്കുകയാണ്. മഴ കഴിഞ്ഞ ഒരു 2-3 മത്സരങ്ങൾക്കായി വലിയ രീതിയിൽ തിരിച്ചടിയാവുന്നുണ്ട്. അഹമ്മദാബാദിലും ഈ അവസ്ഥ ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കാം. കാരണം ആ ഗുജറാത്ത് ടൈറ്റൻസിന് അഹമ്മദാബാദിൽ മഴ പെയ്തതോടുകൂടിയാണ് അവരുടെ ക്വാളിഫയർ സ്ഥാനം ഒക്കെ തന്നെ നഷ്ടമായത്. അതുകൊണ്ട് മഴ മാറി നിന്ന ഐപിഎല്ലിന്റെ ഇനിയുള്ള മത്സരങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ നടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഗൂഗിൾ. ശരി, അനിൽ വാസുദേവാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. ഏതായാലും IPL-ലെ മത്സരചിത്രം തെളിയുന്നു. പക്ഷേ ഇന്ന് കാത്തിരുന്ന കൊൽക്കത്ത രാജസ്ഥാൻ പോരാട്ടം അത് ആരാധകർക്ക് നഷ്ടമാകുകയും ചെയ്തു മഴ കാരണം. ചികിത്സാ പിഴവുകൾ തുടർക്കഥ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും ചികിത്സാ പിഴവെന്ന് പരാതി. എല്ലിന് പൊട്ടലുണ്ടായതിനെ തുടർന്ന് കോതിപ്പാലം സ്വദേശി അജിത്തിന്റെ കയ്യിലിട്ട കമ്പി മാറിയെന്നാണ് പരാതി. സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു. എന്നാൽ ഡോക്ടർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. ബൈക്ക് അപകടത്തിൽ എല്ല് പൊട്ടിയതിനെ തുടർന്ന് നടത്തിയ ശസ്ത്രക്രിയയിൽ കമ്പി മാറിയിട്ടെന്നാണ് പരാതി. കയ്യിൽ ഇടുന്ന കമ്പിക്ക് പകരം കാലിൽ ഉപയോഗിക്കുന്ന വലിയ കമ്പി ഇട്ടെന്ന് കുടുംബം പറയുന്നു. തെറ്റു മനസ്സിലാക്കിയതോടെ രണ്ടാമത്തെ ശസ്ത്രക്രിയക്ക് നിർദ്ദേശിച്ചതായും അജിത്തിന്റെ മാതാവ് PV പത്മിനി 24-നോട് പറഞ്ഞു. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കൊണ്ടുപോകുമ്പോൾ എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു. എക്സ്റേ എടുത്തിട്ട് കൊണ്ടുവന്നപ്പോഴാണ് രാത്രി 11 മണിക്കുണ്ട് ഇവർ വന്നിരിക്കുന്നത്. ഇവർ എക്സ്റേ കൊണ്ടുപോകുക, ക്ലാസ്സിലിട്ട് നോക്കുക, എൻ്റെ അടുത്ത് വരിക, പിന്നെ രക്തം ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. എമർജൻസി ആയിട്ട് ചെയ്യണമെന്ന് 11 മണിക്ക് ഇവനോട് ഞാൻ നേരിട്ട് പറയുന്നത് പെട്ടെന്ന് എമർജൻസി ആയിട്ടാണ് ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. എന്തിനാ സാറേ, എനിക്ക് ഇനി കമ്പിൻ്റെ ആവശ്യമില്ലല്ലോ, എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് എല്ലാ കമ്പി ലേശം പുറത്തേക്കാണ് തള്ളി നിൽക്കണതെന്ന്. എന്നാൽ വിഷയത്തിൽ ഡോക്ടർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ വിശദീകരണം. അങ്ങനെ കാലിൻ്റെ കമ്പി കയ്യിലിട്ടു അങ്ങനെ ഉള്ളതൊന്നുമല്ല, സാധാരണ പ്രൊസീജിയറാണ്. അതിൻ്റെ നോർമലായിട്ട് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. ഈ പ്രാഥമികമായി യാതൊരു വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഏതൊരു അന്വേഷണം നടത്തുന്നതിനും ഞങ്ങൾ തയ്യാറാണ്. ബന്ധുക്കൾ നൽകിയ പരാതിയിൽ മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. മെഡിക്കൽ കോളേജ് ACP KE പ്രേമചന്ദ്രന്റെ നേതൃത്വത്തിൽ അജിത്തിന്റെയും ബന്ധുക്കളുടെയും മൊഴി രേഖപ്പെടുത്തിയ ശേഷം FIR രജിസ്റ്റർ ചെയ്തു. ചികിത്സാ വീഴ്ചയ്ക്കെതിരായ നിയമപ്രകാരമാണ് ഡോക്ടർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. തുടർ നടപടികൾക്കായി മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് DMOക്ക് കത്ത് നൽകിയിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും നിരന്തരമായ കുപ്രചാരണങ്ങൾ അപലപനീയമെന്നും KGMCTA പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. 24 കോഴിക്കോട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയയിൽ പിഴവ് ആരോപിച്ച കോതിപ്പാലം സ്വദേശി അജിത്തിന് വേണ്ട പരിചരണം ലഭിക്കുന്നില്ലെന്നും പരാതിയുണ്ട്. വേദന എന്ന് പറയുമ്പോൾ തന്നെ കളിയാക്കുകയാണെന്ന് അജിത്ത് ആരോപിച്ചു. ആശുപത്രി മാറണമെന്നും ആവശ്യം. ഇവിടെ ശ്രദ്ധിക്കില്ല, ഇവിടെ പറഞ്ഞിട്ട് കളി വെക്കാറാണ്. നേരത്തെ ഡോക്ടർ ചൂടായി പോയി എന്താ പറഞ്ഞേ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അങ്ങനെയാണ് ഇങ്ങനെയാണൊക്കെ. ഡോക്ടർ എന്താ പറഞ്ഞ? ഡോക്ടർ ഞാൻ പറഞ്ഞ വേദന എടുക്കുന്ന വേദന ഉണ്ടാവും, അത് സർജറി ചെയ്ത വേദനയാണ്. ഞാൻ പറഞ്ഞ സർജറി ഞാൻ ആർക്കും കണ്ടില്ല, എത്ര വേദന തയ്ക്കണേ, നിങ്ങളെ മക്കൾക്ക് ആർക്കും ഉണ്ടാവുക ചോദിച്ചു. അപ്പം നിങ്ങളെന്ത് പറയുക ചോദിച്ചു.
തിരുവനന്തപുരം തൈക്കാട് സർക്കാർ ആശുപത്രിയിൽ ഗർഭിണിക്ക് ചികിത്സ നിഷേധിച്ചതായി പരാതി. കുഞ്ഞിന് അനക്കമില്ലെന്ന് ഡോക്ടറെ അറിയിച്ചപ്പോൾ ഉറങ്ങുന്നതാകുമെന്ന് പറഞ്ഞ് തിരിച്ചയച്ചതായി കുടുംബം ആരോപിച്ചു. തുടർന്ന് നടത്തിയ സ്കാനിങ്ങിൽ കുഞ്ഞ് മരിച്ചതായി കണ്ടെത്തി. ആരോഗ്യമന്ത്രിക്കും പോലീസിലും പരാതി നൽകുമെന്ന് ഭർത്താവ് ലിബു 24-നോട് പറഞ്ഞു. 8 മാസം ഗർഭിണിയായ കഴക്കൂട്ടം സ്വദേശി പവിത്രയുടെ കുഞ്ഞിന് അനക്കമില്ലാതെ വന്നതോടെയാണ് വ്യാഴാഴ്ച അർദ്ധരാത്രി തൈക്കാട് സർക്കാർ ആശുപത്രിയിലെത്തിയത്. എന്നാൽ ഡ്യൂട്ടി ഡോക്ടർ പരിശോധിച്ച ശേഷം മടക്കി അയക്കുകയാണ് ചെയ്തതെന്ന് പവിത്രയുടെ ഭർത്താവ് ലിബു പറഞ്ഞു. രാത്രി ഒരു 11 മണിക്ക് ശേഷം എൻ്റെ വൈഫിന്, കുട്ടിയുടെ മാതാവിന് ഇങ്ങനൊരു ചെറിയൊരു അസ്വസ്ഥത ഉണ്ടാവുകയും കാര്യം കുട്ടിക്ക് ഒരു ചലനം കുറവായിട്ട് വരികയും ചലിക്കുന്നില്ല എന്നുള്ളൊരു അനക്കം ഇല്ലാത്തൊരവസ്ഥ വരികയും ചെയ്തു. പെട്ടെന്ന് നമ്മൾ വണ്ടിയിൽ കയറി നേരെ തൈക്കാട് ഹോസ്പിറ്റലിലെത്തിയപ്പോൾ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ഇത് കുട്ടിയെ ഈ വയറ് പരിശോധിച്ചതിന് ശേഷം കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, കുട്ടി ഉറങ്ങുകയാണ്, നിങ്ങൾ കുട്ടിയെ ഉറങ്ങാൻ സമ്മതിക്കത്തില്ലേ, നിങ്ങൾക്ക് മുമ്പ് ഒരു കുട്ടിയുള്ളത്, ഇപ്പം നിങ്ങൾ നേരത്തെ മുമ്പ് പ്രസവിച്ചതല്ലേ, ഇപ്പം നിങ്ങൾക്ക് അറിയത്തില്ലേ, കുട്ടി ഉറങ്ങുകയാണ്, അതുകൊണ്ടാണ് കുട്ടി അനങ്ങാതിരിക്കുന്നത് എന്ന് പറഞ്ഞ് നിസ്സാരമായിട്ട് നമ്മൾ പറഞ്ഞ് മടക്കി അയക്കുകയായിരുന്നു ചെയ്തത്. പിറ്റേ ദിവസം പുറത്ത് നടത്തിയ സ്കാനിങ്ങിൽ കുഞ്ഞ് മരിച്ചതായി കണ്ടെത്തി. ഉടൻ തൈക്കാട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വിദഗ്ധ ചികിത്സയ്ക്കായി SAT-യിലേക്ക് പോകാൻ നിർദ്ദേശിച്ചു. SAT-യിൽ എത്തിച്ച് ശസ്ത്രക്രിയയിലൂടെയാണ് കുഞ്ഞിനെ പുറത്തെടുത്തത്. തൈക്കാട് ആശുപത്രിയിലെ ഡോക്ടർ കൃത്യമായി പരിശോധിച്ചിരുന്നുവെങ്കിൽ ഒന്നും സംഭവിക്കില്ലായിരുന്നുവെന്ന് ലിബു. ഈ രണ്ടാമത്തെ സ്കാനിങ് പറഞ്ഞില്ലേ, ഒരെണ്ണം കൂടെ ചെയ്ത് നോക്കണമെന്ന്, സെയിം സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് ചെയ്യാനായിട്ട് രാവിലെ ഞങ്ങൾ ടിഫ സ്കാനിങ് സെൻ്ററിൽ എത്തുകയും അവിടുത്തെ പരിശോധനയിൽ കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് നിന്നുപോയതായിട്ട് അവരറിയിക്കുകയും ചെയ്തു. ആശുപത്രിക്കെതിരെ പോലീസിലും ആരോഗ്യമന്ത്രിക്കും കുടുംബം പരാതി നൽകും. അതേസമയം ഇക്കാര്യത്തിൽ ആശുപത്രി അധികൃതർ വിശദീകരണം നൽകിയിട്ടില്ല. കുഞ്ഞിന്റെ മരണകാരണം അറിയാൻ പത്തോളജിക്കൽ ഓട്ടോപ്സി നടത്തും. MG പ്രതീഷ്, 24, തിരുവനന്തപുരം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൈക്ക് പകരം നാവിന് ശസ്ത്രക്രിയ ചെയ്ത സംഭവത്തിൽ ഡോക്ടറെ ഉടൻ ചോദ്യം ചെയ്യും. അന്വേഷണത്തിന്റെ ഭാഗമായുള്ള മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ നടപടി ആരംഭിച്ചു. കേസിന്റെ അന്വേഷണം മെഡിക്കൽ കോളേജ് ACP KE പ്രേമചന്ദ്രൻ ഏറ്റെടുത്തു. കുട്ടിയെ പരിശോധിച്ച കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 4 ഡോക്ടേഴ്സിനെയും ജീവനക്കാരെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. സമീപ ദിവസം തന്നെ അദ്ദേഹത്തിന്റെ വിശദീകരണം അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുന്നതാണ്. ബാക്കി കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തു. അപ്പോൾ അതും കൂടെ രേഖപ്പെടുത്തി ഇതേപോലെ തന്നെ മെഡിക്കൽ ബോർഡിന്റെ തീരുമാനത്തിനനുസരിച്ച് ബോർഡ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തുടർന്നുകൂടി സ്വീകരിക്കുന്നതാണ്. പത്തനംതിട്ടയിൽ വരുന്ന ഒരു വാർത്തയിലേക്കാണ്. പറക്കോട് ബാറിന് മുന്നിൽ പെരുമ്പാമ്പിനെ കഴുത്തിലിട്ട മദ്യപന്റെ അഭ്യാസം. പറക്കോട് സ്വദേശി ദീപുവിനെ പോലീസ് പിടികൂടി വനം വകുപ്പിന് കൈമാറി. ശ്രീജിത്ത് ശ്രീകുമാരനുണ്ട് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഈ മദ്യലഹരിയിൽ പാമ്പിനെ ഒന്നും തിരിച്ചറിയാനാവാത്ത അവസ്ഥയായിപ്പോയോ? പാമ്പിനെയും തിരിച്ചറിയാത്ത അവസ്ഥയിലായിരുന്നു ഇയാളെന്നാണ് ഏറ്റവും ഒടുവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും നാട്ടുകാരും നമുക്ക് നൽകുന്ന വിവരം. ആ പരിസരത്തുള്ള കിടന്നിരുന്നൊരു പാമ്പ് തന്നെയായിരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. ആ പ്രദേശത്തെത്തിയാണ് ഇയാൾ. ആ ദൃശ്യങ്ങളിൽ നിന്നും ആ ഫോട്ടോകളിൽ നിന്നും വളരെ വ്യക്തമാണ്. അതിനെ കഴുത്തിലിട്ടാണ് ഇയാൾ അഭ്യാസ പ്രകടനം നടത്തുന്നത്. നാട്ടുകാർ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഇയാൾ അതിന് വഴങ്ങുന്നില്ല. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഉടൻ തന്നെ വിവരം അറിയിക്കുകയായിരുന്നു. പെരുമ്പാമ്പിനെയും അതുപോലെ തന്നെ ഇയാളെയും, പെരുമ്പാമ്പിനെ മാത്രമല്ല ഈ പറയുന്ന മദ്യപനെയും എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടിയിട്ടുണ്ട്. ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കസ്റ്റഡിയിലാണ് ഇയാളുള്ളത്. എന്തായാലും കേസെടുക്കുമെന്ന് വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഏത് തരത്തിലുള്ള കേസായിരിക്കും, റിമാൻഡ് ആയിരിക്കുമോ അല്ലെങ്കിൽ ജാമ്യമില്ലാത്ത വകുപ്പായിരിക്കുമോ എന്ന കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും ഗുരുതരമായ കുറ്റമാണ് എന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതിനകം തന്നെ പറയുന്നുണ്ട്. ആ ഫോട്ടോ ഏതാണ്ട് ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ഫോട്ടോ തന്നെയാണ്. ശരി ശ്രീജിത്ത്, മദ്യലഹരിയിലായിരുന്നു പാമ്പുമായുള്ള അഭ്യാസം. ഒടുവിൽ യുവാവിനെ പത്തനംതിട്ട പറക്കോട് സ്വദേശിയായ ദീപുവിനെ പോലീസ് വനം വകുപ്പിന് കൈമാറിയിട്ടുണ്ട്. അമേഠിയും റായ്ബറേലിയും അടക്കം 49 ലോക്സഭാ മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നാളെ. 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 695 സ്ഥാനാർത്ഥികളാണ് 5ാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. 6ാം ഘട്ട പ്രചാരണത്തിൽ ദേശീയ നേതാക്കൾ ഇന്നും സജീവമായി. RSSന്റെ തുണയില്ലാതെ പ്രവർത്തിക്കാൻ കഴിയുന്ന പാർട്ടിയായി BJP വളർന്നെന്ന് JP നദ്ദ അവകാശപ്പെട്ടു. 5ാം ഘട്ട വോട്ടെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ജമ്മു കാശ്മീർ, ലഡാക്ക്, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ കർശന സുരക്ഷാ മുൻകരുതലുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 4 ഘട്ടങ്ങളിലും ബംഗാളിൽ വ്യാപകമായി അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. രാഹുൽ ഗാന്ധി, രാജ്നാഥ് സിംഗ്, പീയൂഷ് ഗോയൽ, സ്മൃതി ഇറാനി, ചിരാഗ് പാസ്വാൻ, രാജീവ് പ്രതാപ് റൂഡി, ഒമർ അബ്ദുള്ള തുടങ്ങിയവരാണ് 5ാം ഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖർ. ജാർഖണ്ഡിലും ബംഗാളിലുമായി നടത്തിയ പ്രചാരണ റാലികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചു. കോൺഗ്രസ് വാലെ
जामुमा वालों को इन सबसे कोई मतलब ही नहीं है। इन्हें विकास का क ख ग ग भी मालूम नहीं है। और इनका तरीका क्या है? झूठ बोलो, जोर से बोलो, बार बार बोलो, इधर भी बोलो, उधर भी बोलो। ഉത്തർപ്രദേശിലെ ഫുൽപൂരിൽ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും പങ്കെടുത്ത തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ ജനത്തിരക്ക് അനിയന്ത്രിതമായി. സുരക്ഷാ ബാരിക്കേഡുകളും മൈക്കും ഉച്ചഭാഷിണികളും തകർന്നതോടെ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും പ്രസംഗിക്കാനാവാതെ മടങ്ങി. ഇതിനിടെ RSS സഹായം ഇല്ലാതെ ഒറ്റയ്ക്ക് പ്രവർത്തിക്കാനുള്ള ശേഷി BJPക്കുണ്ടെന്ന JP നദ്ദയുടെ പ്രസ്താവന ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. RSS സാമൂഹ്യ സാംസ്കാരിക സംഘടന മാത്രമാണെന്നായിരുന്നു ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലെ BJP അധ്യക്ഷന്റെ പ്രസ്താവന. RSSും BJPയുമായി ഭിന്നത ഉണ്ടെന്നും തെരഞ്ഞെടുപ്പിൽ RSSന്റെ പിന്തുണ ഇല്ലെന്നും ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെയുടെ ആരോപണം നിലനിൽക്കെയായിരുന്നു JP നദ്ദയുടെ പരാമർശം. 24 ഡൽഹി. ഇപ്പോൾ വരുന്ന ഒരു വാർത്ത. തിരുവനന്തപുരം കാട്ടാക്കട ആര്യങ്കോട് പരാതി അന്വേഷിക്കാനെത്തിയ പോലീസുകാർക്ക് നേരെ അതിക്രമം. ഒറ്റശേഖരമംഗലം വട്ടപ്പറമ്പ് സ്വദേശി സജിനാണ് പോലീസുകാരെ ആക്രമിച്ചത്. AV ജയശങ്കർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ജയശങ്കർ, തിരുവനന്തപുരത്ത് ഇതൊരു പുതിയ സംഭവമല്ല, പതിവാവുകയാണ് പോലീസുകാർക്ക് നേരെയുള്ള ആക്രമണം. എന്തായിരുന്നു പ്രകോപനം? ഇയാളെ പിടികൂടിയോ? അതായത് ഈ ഭാര്യയെ വീട്ടിൽ കയറ്റുന്നില്ലെന്ന പരാതി അന്വേഷിക്കാൻ എത്തിയ പോലീസുകാർക്ക് നേരെയാണ് ഈ ഭർത്താവ് ആക്രമണം നടത്തിയിരിക്കുന്നത്. ഈ വട്ടപ്പറമ്പ് സ്വദേശി സജിനാണ് ഇത്തരം ഒരു ആക്രമണത്തിന് പിന്നിൽ. ഇയാൾ കാര്യങ്ങൾ തിരക്കുന്നതിന് വേണ്ടി എത്തിയ പോലീസ് സംഘത്തിന് നേരെ പൊടുന്നനെ പ്രകോപിതനായി ആക്രമണം നടത്തുകയായിരുന്നു. ഈ ആക്രമണത്തിൽ പോലീസുകാർക്ക് സാരമായ പരിക്കേറ്റിട്ടുണ്ട്. ഈ ആര്യങ്കോട് പോലീസ് സ്റ്റേഷനിലെ ഗിരീഷ്, അനിൽകുമാർ, അഭയ്ദേവ് ഇങ്ങനെ 3 പോലീസുകാർക്ക് നേരെയാണ് ഇയാൾ ആക്രമണം നടത്തിയത്. ഇതിനിടെ ഈ ആക്രമണത്തിനിടെ പോലീസുകാർ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഈ സജിൻ നിലത്ത് വീണു. ഈ സജിനും പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ഈ 4 പേരും നിലവിൽ ആശുപത്രികളിൽ ചികിത്സയിലാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പോലീസ് കേസ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പോലീസ് വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി FIR എടുക്കുമെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. എന്തായാലും സജിൻ നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്തായാലും ഇയാളുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്ന നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടില്ല. എന്തായാലും ശരി ജയശങ്കർ, തിരുവനന്തപുരം കാട്ടാക്കടയിലാണ് കേസുമായി ബന്ധപ്പെട്ട് പരാതിയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനെത്തിയ പോലീസുകാർക്ക് നേരെ അതിക്രമമുണ്ടായത്. കാനഡയിലെ പ്രിൻസ് എഡ്വേർഡ് ഐലൻഡിൽ വിദ്യാർത്ഥി സമരം ശക്തിയാർജിക്കുന്നു. ജനസംഖ്യാ വർധനവിനെ തുടർന്ന് 100 കണക്കിന് വിദ്യാർത്ഥികളെ നാട് കടത്താനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് സമരം. ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കുടിയേറ്റ നിയമങ്ങളിൽ പെട്ടെന്ന് മാറ്റങ്ങൾ വരുത്തിയതോടെ കാനഡ പ്രിൻസ് എഡ്വേർഡ് ഐലൻഡിലെ 100 കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികൾ നാടുകടത്തൽ ഭീഷണിയിൽപ്പെട്ടിരിക്കുകയാണ്. കാനഡയിൽ തുടരുവാൻ വർക്ക് പെർമിറ്റ് കാലാവധി നീട്ടി നൽകണമെന്നും ഇമിഗ്രേഷൻ നയത്തിൽ വരുത്തിയ മാറ്റങ്ങൾ പുനഃപരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിഷേധ പ്രകടനങ്ങളുമായി വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി. ജനസംഖ്യയിൽ കുത്തനെ വർധനവുണ്ടായതിനെ തുടർന്ന് പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ് അതിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിലും പാർപ്പിട അടിസ്ഥാന സൗകര്യങ്ങളിലും വലിയ പ്രതിസന്ധി നേരിടുകയാണെന്നാണ് അധികൃതർ പറയുന്നത്. ഇതിനൊരു പ്രതിവിധിയായി കുടിയേറ്റക്കാരുടെ എണ്ണം കുറയ്ക്കുന്നതിന് പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാമിലെ കുടിയേറ്റ നിയമങ്ങളിൽ ചില മാറ്റങ്ങൾ അടുത്ത കാലത്ത് വരുത്തിയിരുന്നു. ഇതോടെ കാനഡയിലെത്തിയ അന്തർദേശീയ വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഭാവി ഒരു ചോദ്യചിഹ്നമായി മാറുകയാണ്. കാനഡ ഗവൺമെന്റ് ഇമിഗ്രേഷൻ നിയമങ്ങൾ പെട്ടെന്ന് മാറ്റുകയും അവർക്ക് വർക്ക് പെർമിറ്റ് നിരസിക്കുകയും ചെയ്തതായി പ്രതിഷേധിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. ബിരുദം നേടിയെങ്കിലും ഈ വിദ്യാർത്ഥികൾ നാടുകടത്തൽ ഭീഷണിയിലാണെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഷാർലറ്റ് ടൗണിൽ മെയ് 9-ന് 25 വിദ്യാർത്ഥികളുമായി ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിൽ ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ പേർ അണിനിരക്കുകയാണ്. ഇപ്പോൾ 500ഓളം വിദ്യാർത്ഥികൾ ഈ പ്രതിഷേധ പ്രകടനങ്ങളുടെ ഭാഗമായി കഴിഞ്ഞു. പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം അഥവാ PNB വഴി കാനഡയിൽ സ്ഥിരതാമസത്തിനായി നോമിനേറ്റ് ചെയ്യുന്ന മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുമെന്ന സർക്കാരിൻ്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ഈ പ്രതിഷേധത്തിനൊക്കെ നേതൃത്വം നൽകുന്ന രൂപീന്ദർ പാൽ സിംഗ് പറയുന്നു. കഴിഞ്ഞ വർഷം ജൂലൈയിൽ പ്രത്യേക യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമായി
ബിരുദാനന്തര വർക്ക് പെർമിറ്റ് പരിമിതപ്പെടുത്തുന്ന നിയമം പ്രിൻസ് എഡ്വേർഡ് ഐലൻഡിലെ ഭരണകേന്ദ്രങ്ങൾ പാസാക്കിയിരുന്നു. നിർമ്മാണം, വീട് നിർമ്മാണം, ആരോഗ്യ സംരക്ഷണം എന്നീ മേഖലകളിൽ യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഇപ്പോൾ പെർമിറ്റ് അനുവദിക്കുന്നത്. ഈ വർഷം ആദ്യം മാനിറ്റോബയിലും സർക്കാർ സമാനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ പ്രതിഷേധത്തെ തുടർന്ന് കാനഡ സർക്കാർ ബിരുദാനന്തര വർക്ക് പെർമിറ്റ് 2 വർഷത്തേക്ക് നീട്ടിയിരുന്നു. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24. ഇതോടെ പ്രൈം ടൈം ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.